മൂവി മേക്കർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആദ്യം പഠിച്ച രണ്ട് സാധനങ്ങളുണ്ടല്ലോ, അത് കമ്പൈൻ ചെയ്തുകൊണ്ടും ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ഇൻഡിവിജ്വലിയും വേണം ചെയ്യാം. അതായത് നമുക്ക് എന്തായാലും ഒരു മൂവി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞ മാതിരി ഫസ്റ്റ് ഇപ്പൊ ഈ പറഞ്ഞ ടെക്സ്റ്റ് ഇൻപുട്ട് എന്തായാലും കൊടുക്കണം. അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ മാതിരി ഈ ഇമേജ് ജനറേഷന്റെ ഒക്കെ ഒരു നെക്സ്റ്റ് ലെവൽ പ്രോസസ് ആണ് എന്താ പറയാ ഈ ഒരു മൂവി മേക്കിംഗ് എന്ന് പറയുന്നത്. ഒരു മൂവി നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പൊ ഒരു 10 സെക്കൻഡിന്റെ ക്ലിപ്പ് നോക്കുകയാണെങ്കിൽ തന്നെ അത് ശരിക്കും പറഞ്ഞ ഇമേജ് തന്നെയാണ്. അതായത് ഏഹ്, ഒരു വീഡിയോസ് നമ്മ ഒരു വീഡിയോസ് എടുക്കുമ്പോഴായാലും നമ്മ അതിലൊരു ഫീച്ചർ നോക്കിയാൽ കാണും 30 ഫ്രെയിംസ് പെർ സെക്കൻഡ്, 60 ഫ്രെയിംസ് പെർ സെക്കൻഡ്. ഈ 60 ഫ്രെയിംസും 30 ഫ്രെയിംസ് എന്നൊക്കെ പറയണത് എന്താ പറയാ ഓരോ ഇമേജ് ആണ്. അതായത് ഒരു ഇമേജ് ഒരു 60 ഇമേജ് ഒറ്റ സെക്കൻഡിൽ ഇങ്ങനെ മാറ്റി മാറ്റി വരുമ്പോഴാണ് അത് നിങ്ങൾക്ക് ഒരു കണ്ടിന്യൂസ് 1 സെക്കൻഡ് വീഡിയോ ആയിട്ട് തോന്നുന്നത്. അതാണ് ഈ 60 FPS 30 FPS എന്നൊക്കെ പറയുന്നത്. ഈ ബേസിക്കലി വീഡിയോ ജനറേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഈ ഇമേജ് ജനറേഷന്റെ ഒരു നെക്സ്റ്റ് ലെവൽ പ്രോസസ് ആണ്. അതായത് കുറെ ഇമേജസ്, അതായത് ഇപ്പൊ ഒരു 10 സെക്കൻഡിന്റെ വീഡിയോ തന്നെ നോക്കുകയാണെങ്കിൽ അതൊരു 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് ആണെങ്കിൽ 30 × 10 സെക്കൻഡ്സ് അങ്ങനെ നിൽക്കുക. അപ്പൊ അതാവുമ്പോ ഒരു 10 സെക്കൻഡിൽ 300 ഇമേജസ് ആണ് ഒറ്റയടിക്ക് ഇങ്ങനെ നമ്മുടെ മുമ്പിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ മാതിരി വീഡിയോ ജനറേഷൻ ടൂൾസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേമാതിരി ഇത്രയും ഇമേജസ് ജനറേറ്റ് ചെയ്തിട്ട് അത് ഒറ്റ ഒരു വീഡിയോ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് കാണിക്കണ ഒരു പ്രോസസ്സാണ് ഇപ്പൊ ഈ പറഞ്ഞ വീഡിയോ ജനറേഷന്റെ ഇതിൽ നടക്കുന്നത്. അതും എന്താ പറയാ അതൊരു കോംപ്ലക്സ് അൽഗോരിതം, കോംപ്ലക്സ് ലെവൽ ഓഫ് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ്. അത്രയും ഡീപ്പ് അതിന്റെ ഡെവലപ്മെന്റ് സൈഡിലേക്ക് നമ്മൾ കിടക്കണില്ല. ജസ്റ്റ് ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. അതായത് ഈ വീഡിയോ ജനറേഷനിൽ ഇങ്ങനെയാണ് ഒരു വീഡിയോ ജനറേറ്റ് ആവണത്. ആഹ് അപ്പൊ അതിനും നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഇപ്പൊ ഈ പറഞ്ഞ പ്രോംപ്റ്റ്, അതായത് ഒരു ടെക്സ്റ്റ്. നമുക്ക് ഏതർ ടെക്സ്റ്റ് വെച്ചിട്ട് ഒരു വീഡിയോ ഔട്ട്പുട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് ടെക്സ്റ്റും ഇമേജും കമ്പൈൻ ചെയ്തുകൊണ്ട് വീഡിയോ ഉണ്ടാക്കാം. അത് ഞാൻ എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ലാസ്റ്റ് ഒരു ഡെമോൺസ്ട്രേഷൻ മാതിരി കാണിച്ചു തരാം. അതായത് ഇപ്പോ പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ വീഡിയോ ജനറേഷൻ എന്ന് പറഞ്ഞ ഈ പ്രോസസ്സ് നമുക്ക് ഒരു ഷോർട്ട് അനിമേറ്റഡ് സീൻ ഉണ്ടാക്കാനായാലും, അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇപ്പൊ കുറെ AI വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നത് കണ്ടാവും. അപ്പൊ അങ്ങനത്തെ രീതിയിൽ കണ്ടന്റ് ക്രിയേറ്റർ ആവാനായിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കോഴ്സോ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതിലേക്ക് ആവശ്യമുള്ള അനിമേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാനായാലും, അങ്ങനത്തെ കുറച്ച് എന്താ പറയാ ഒരു ക്രിയേറ്റീവ് സൈഡിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് കുറച്ചുകൂടി ഇതേമാതിരി ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇപ്പം മോഡേൺ ആർട്ടിസ്റ്റിക് സ്റ്റൈൽ ഓഫ് കരിയർ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുവർലി ഇതേമാതിരി വീഡിയോ ജനറേഷൻ പിന്നെ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഇൻ ഫ്യൂച്ചർ വല്ല എന്താ പറയാ മൂവിയിൽ VFX ആർട്ടിസ്റ്റോ അങ്ങനത്തെ ഏരിയാസിലൊക്കെ എന്താ പറയാ കുറച്ചുകൂടി വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫീൽഡിൽ കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത് വളരെ ബെറ്റർ ആയിരിക്കും. അതായത് ക്രിയേറ്റ് ഷോർട്ട് അനിമേറ്റഡ് സീൻസ്, മേക്ക് ക്യാരക്ടേഴ്സ് വാക്ക്, ടോക്ക് ഓർ ഡാൻസ്, ബി ദ ഡയറക്ടർ ഓഫ് യുവർ ഓൺ മിനി മൂവി. അതായത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ചെറിയൊരു മൂവി തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്, സ്വന്തമായിട്ട് ഇതിനെക്കുറിച്ച് അത്യാവശ്യം ഇൻഡെപ്ത് ആയിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ. അതൊക്കെ നമ്മ ഇൻ കമ്മിങ് സെഷൻസിൽ നമ്മ കുറച്ച് ബേസിക് അതിന്റെ ഇൻട്രൊഡക്ഷൻ തരുന്നതായിരിക്കും. ഓക്കെ. പിന്നെ ഇതിനെക്കുറിച്ച് ഇൻഡെപ്ത് ആയിട്ട് നമ്മ ഒരു കോഴ്സും ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇന്റർനാഷണൽ സ്കിൽസ് ക്ലബിൽ, അതായത് AI അഡ്വഞ്ചർ എന്ന് പറഞ്ഞിട്ട്. അത് ഇറ്റ് വിൽ ബി ലോഞ്ചിങ് സൂൺ. ഓക്കെ. അപ്പോ ഹൗ AI ഗെറ്റ് സോ സ്മാർട്ട്. AI ലേൺസ് ബൈ സീയിങ് പാറ്റേൺസ്. ദ മോർ ഡാറ്റ ബോത്ത് ബുക്സ് ആൻഡ് ഫോട്ടോസ് ഇറ്റ്സ് ഇറ്റ്സ് ബെറ്റർ ഇറ്റ്സ് അറ്റ് ഇറ്റ്സ് ക്രിയേറ്റിംഗ്. അതായത് ആദ്യം നേരത്തെ പറഞ്ഞ മാതിരി തന്നെ എത്രത്തോളം ഡാറ്റ കാര്യങ്ങളൊക്കെ വെച്ച് അതിനെ ട്രെയിൻ ചെയ്യണോ അത്രത്തോളം അത് അതിന്റെ ഒരു ടാസ്കിൽ ബെറ്റർ ആവുന്ന പറയില്ല. ഈ വീഡിയോ ജനറേഷന്റെ സൈഡിലൊക്കെ നോക്കുകയാണെങ്കിൽ എന്താ പറയാ അത് അത്രത്തോളം മാസീവ് എമൗണ്ട് ഓഫ് ഡാറ്റ വെച്ച് ട്രെയിൻ ചെയ്തതാണ്. പിന്നെ അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ ഒരു സിമ്പിൾ മാത്ത് ആയിട്ട് നോക്കണമെങ്കിൽ ഒരു നെക്സ്റ്റ് വേർഡ് പ്രെഡിക്റ്റ് ചെയ്യുന്ന മോസ്റ്റ് ലൈക്ലി ഒപ്പീനിയൻ ബേസ്ഡ് ഓൺ ദ എക്സ്പീരിയൻസ്. അതായത് അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. അതായത് ഒരു നെക്സ്റ്റ് സീൻ ജനറേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് വേർഡ് പ്രെഡിക്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു കേസിലേക്കൊക്കെ വരുമ്പോൾ എന്താ പറയാ ഇപ്പൊ ഈ പറഞ്ഞ പ്രീവിയസ് എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തുകൊണ്ടും അത് നമുക്ക് ഒരു ഔട്ട്പുട്ട് തരുന്നതായിരിക്കും. അതായത് ഇപ്പൊ കാറ്റ് വിയറിംഗ് സ്പേസ് സൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു ഇത് കാണിച്ചിട്ടുണ്ടായില്ല, അതിലും ഇതേമാതിരി ഇപ്പൊ ഒരു വേറൊരാളും ഇപ്പൊ ആദ്യം ഞാൻ ഇതേമാതിരി കാറ്റ് വിയറിംഗ് സ്പേസ് സൂട്ട് എന്ന് പറഞ്ഞു കൊടുത്തു. വേറൊരാളും നാളെ വന്നിട്ട് ഇതേമാതിരി ചോദിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഒരു റെഫറൻസ് എടുത്തുകൊണ്ടായിരിക്കും നെക്സ്റ്റ് ഒരു ഔട്ട്പുട്ട് വരാൻ പോണത്. സോ ബേസിക്കലി അതിന്റെ ഒരു എന്താ പറയാ എക്സ്പീരിയൻസിൽ നിന്നാണ് സ്മാർട്ടർ ആയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ദ ത്രീ ഗോൾഡൻ റൂൾസ് ഓഫ് AI.
ഇത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ പാലിക്കേണ്ട കുറച്ച് റൂൾസ് ആണ്. അതായത് ഓൾവേസ് ഡബിൾ ചെക്ക്. എ ക്യാൻ സംടൈംസ് മേക്ക് മിസ്റ്റേക്സ്, ഹാലുസിനേറ്റ്. അതായത് എന്താ പറയാ, ഇപ്പൊ ഒരു എ ടൂൾ ആസ് ഓഫ് 2026 എന്താ പറയാ അത്ര പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മ ഒരു ടാസ്ക് ഏൽപ്പിച്ചു, അത് നിങ്ങൾക്ക് ഒരു ഹോംവർക്കിന്റെ ഒരു ടാസ്ക് നിങ്ങൾ ഏൽപ്പിച്ചു, എനിക്ക് ഈ ഹോംവർക്ക് ചെയ്തു തരണം എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടണ ഔട്ട്പുട്ട് കറക്റ്റ് ആണോ അതോ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ളതാണോ, ഔട്ട് ഓഫ് ദ സിലബസ് ആണോ എന്നുള്ളത് നിങ്ങൾ വെരിഫൈ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അത് ഏതൊരു യൂസ് കേസിലായാലും, ഏതൊരു ഇമേജ് ജനറേഷൻ ആയാലും വീഡിയോ ജനറേഷൻ ആയാലും, നിങ്ങൾ ആ ഒരു വരുന്ന ഔട്ട്പുട്ട് നല്ലോണം ഒന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ട് വേണം നിങ്ങളത് എന്താ പറയാ അതൊന്ന് യൂസ് ചെയ്യാൻ. അപ്പൊ എപ്പോഴായാലും ഒരു എ ടൂൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഓൾവേസ് യു നീഡ് ടു ഡബിൾ ചെക്ക് ബിഫോർ പുട്ടിങ് ദാറ്റ് ഔട്ട്പുട്ട് ഇൻ ടു സം കൈൻഡ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പൊ അതൊരു ഫസ്റ്റ് റൂളാണ്. പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് റൂളായിട്ട് പറയാനുള്ളത് ബി കൈൻഡ് ആൻഡ് ഫെയർ. യൂസ് എ ടു ക്രിയേറ്റ് തിങ്സ് ദാറ്റ് ആർ ഹെൽപ്ഫുൾ ആൻഡ് റെസ്പെക്ട്ഫുൾ. നെവർ യൂസ് ഇറ്റ് ടു ബി മീൻ ടു അതേഴ്സ്. അതായത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് ആവണ രീതിയിലുള്ള എന്താ പറയാ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ എ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് ജനറേറ്റ് ചെയ്യാൻ പാടില്ല. അതായത് ഇപ്പോൾ വേറൊരാളുടെ ഇമേജോ അല്ലെങ്കിൽ വേറൊരാളുടെ ഫോട്ടോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മ അൺവാണ്ടഡ് ആയിട്ട് അതിൽ എഡിറ്റിങ്ങും എ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ടുള്ള അത് ഉപയോഗിച്ചുകൊണ്ടുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്ത് മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവം, അതായത് അങ്ങനെ ആ ഒരാൾ ശല്യം ചെയ്യാൻ രീതിയിൽ ചെയ്യാൻ പാടില്ല. അതായത് ഒരു എത്തിക്കൽ വേ ഓഫ് യൂസിങ് എന്ന് പറയില്ലേ, ഓൾവേസ് യൂസ് ഇപ്പൊ ഈ പറഞ്ഞ എ ടൂൾസ് ഒക്കെ ഒരു എത്തിക്കൽ മാനറിൽ യൂസ് ചെയ്യുക. എത്തിക്കൽ മീൻസ് എന്താ പറയാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വയലേറ്റ് ചെയ്യാണ്ട് മറ്റുള്ളവർക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ ഓൾവേസ് ട്രൈ ടു യൂസ് ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. പിന്നെ തേർഡ് ഗോൾഡൻ റൂൾ ആയിട്ട് നമുക്ക് നോക്കാനുള്ളത് സേഫ്റ്റി ഫസ്റ്റ്. ഡോണ്ട് ഷെയർ യുവർ പ്രൈവറ്റ് ഇൻഫർമേഷൻ ലൈക്ക് അഡ്രസ്, ഫോൺ നമ്പേഴ്സ് വിത്ത് എ ടൂൾസ്. സ്റ്റേ സേഫ് ഓൺലൈൻ. അതായത് ഇപ്പൊ ഈ പറഞ്ഞ എ ടൂൾസ്, പിന്നെ ടെക്സ്റ്റ് ജനറേഷൻ ടൂൾസ് ആയിക്കോട്ടെ, അങ്ങനത്തെ ടൂൾസ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രൈവറ്റ് ഇൻഫർമേഷൻസ് ആയിട്ടുള്ള അഡ്രസ്, ഫോൺ നമ്പർ, ഇങ്ങനെയുള്ള ടൂൾസ് പരമാവധി ഈ പറഞ്ഞ ടൂൾസ് ആയിട്ട് ഷെയർ ചെയ്യാണ്ടിരിക്കുക. അതായിരിക്കും ഓൾവേസ് ബെറ്റർ ഫോർ യു. കാരണം നിങ്ങൾക്ക് ഇപ്പൊ ഈ പറഞ്ഞ നിങ്ങളുടെ ഈ പേഴ്സണൽ ഇൻഫർമേഷൻസ് ഒക്കെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ഇൻപുട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റർ അതിലേക്ക് പിന്നെ നിങ്ങൾക്ക് കുറെ സ്പാം മെസ്സേജസും സ്പാം കോൾസ്, ഇമെയിൽസ്, അങ്ങനെ കാര്യങ്ങളൊക്കെ വരാൻ ഉള്ള ചാൻസുകൾ അധികമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൈവറ്റ് ഇൻഫർമേഷൻസ് ഓൾവേസ് കീപ് ഇറ്റ് ആസ് പ്രൈവറ്റ്. ഇപ്പൊ ഈ പറഞ്ഞ പബ്ലിക് പ്ലാറ്റ്ഫോംസിൽ യൂസ് ചെയ്യാണ്ടിരിക്കുക. പിന്നെ പറയാനുള്ളത് ദ ഫ്യൂച്ചർ ഈസ് യുവേഴ്സ്. യു ആർ ജസ്റ്റ് യൂസിങ് എ, യു ആർ ദ വൺ ഹു ടെൽസ് ഇറ്റ് വാട്ട് ടു ഡു. ക്രിയേറ്റ് യുവർ ഇമാജിനേഷൻ ടു ബിൽഡ് ബെറ്റർ ഓർ മോർ കളർഫുൾ വേൾഡ്. അതായത് ഇനി വരാൻ പോകുന്ന ഒരു ഫ്യൂച്ചറിൽ ഇപ്പൊ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ മൂന്ന് ആസ്പെക്ട്സും നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ പറയാ നിങ്ങളിപ്പോ വേറൊരു ഫീൽഡിൽ വർക്ക് ചെയ്യണ ഒരാളായാലും അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിൽ തന്നെ കരിയർ ബിൽഡ് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ ടൂൾസ് എന്താ പറയാ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭാവിയിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും. നിങ്ങൾ ഇപ്പൊ ഒരു 10 മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ട ജോലിയൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ ഈ പറഞ്ഞ എ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ 5 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ചെയ്യാനൊക്കെ സാധിക്കും. ഓക്കെ.